ആരിഫ് മുഹമ്മദ് ഖാനോട് ഇടഞ്ഞതുപോലെ ആർലേക്കറോട് ഇടയാൻ നിൽക്കണ്ട. അങ്ങനെ നിന്നാൽ അത് നടക്കാത്ത കാര്യമാണ് എന്ന് പിണറായി വിജയന് നന്നായി അറിയാം. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്ന് പോയപ്പോൾ യാത്ര അയക്കാൻ പോലും പിണറായി സർക്കാർ മടി കാണിച്ചു. അതിനു പോലും തയ്യാറാവാത്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്നാൽ രാജേന്ദ്ര ആർലേക്കർ വന്നപ്പോൾ അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവരാനൊക്കെ പിണറായി വിജയനും സർക്കാരും കാണിച്ച തിടുക്കവും നമ്മൾ കണ്ടതാണ്. അതെന്തുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനോട് ഒരു നയം, ആർലേക്കറോട് മറ്റൊരു നയം എന്നുള്ളത്? അതായത് പിണറായിക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണെന്നും രാജേന്ദ്ര ആർലേക്കർ ആരാണെന്നും നന്നായി അറിയാം എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനോട് തുറന്ന പോരാണ് പിണറായി സർക്കാർ കാണിച്ചത്. നമ്മളൊക്കെ അത് കണ്ടതാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് അതിൽ നടക്കുന്ന നിയമവിരുദ്ധവുമായ കാര്യങ്ങൾ കൃത്യമായി സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI എന്ന് പറയുന്ന CPM-ന്റെ കുഞ്ഞാടുകൾ കാണിച്ചു കൂട്ടിയ തെണ്ടിത്തരങ്ങൾ, തെമ്മാടിത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നിടത്തെല്ലാം ബാനർ കെട്ടിക്കൊണ്ട് ഗോ ബാക്ക് ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നിന്നതും അതിനുശേഷം അദ്ദേഹം പോകുന്ന സ്ഥലത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തിയതും, കൊല്ലത്ത് അദ്ദേഹം പോകുന്ന സമയത്ത് അവിടെ പ്രതിഷേധവുമായി എത്തിയപ്പോൾ ഇന്ന് വരെ കേരള ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തതുപോലെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. ഗവർണർ കാറിൽ നിന്ന് ഇറങ്ങുന്നു, നട റോഡിൽ കസേരയിട്ടിരിക്കുന്നു. തനിക്കെതിരെ പ്രതിഷേധം നടത്തിയ 17 SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയോ അവർക്കെതിരെ കേസെടുക്കുകയോ ചെയ്യാതെ താൻ ഇവിടെ നിന്ന് അനങ്ങില്ല എന്ന് ഗവർണർ പറയുന്നു. അതിനുശേഷം കേസെടുത്തതിന് ശേഷമാണ് ഗവർണർ യാത്രയാകുന്നത്. അങ്ങനെ വലിയ പോരുകളാണ് നമ്മൾ കണ്ടത്. ഒരേ വേദിയിൽ പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നാലും രണ്ടുപേരും മുഖത്തോട് മുഖം പോലും നോക്കാതെയുള്ള ഇരിപ്പാണ് നമ്മൾ കണ്ടത്. സംസാരിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെ ആരിഫ് മുഹമ്മദ് ഖാൻ ആഞ്ഞടിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പിണറായിയും ആഞ്ഞടിക്കുന്ന രീതി, ഒരു ശത്രുതാ മനോഭാവമാണ് നമ്മൾ അവിടെയൊക്കെ കണ്ടത് എന്നുള്ളത്. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രീയത്തോടു കൂടി പെരുമാറുന്നു, BJP ഗവർണറായി പെരുമാറുന്നു, സംഘി ഗവർണറായി പെരുമാറുന്നു എന്നുള്ളതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെതിരെ CPM സർക്കാരിൻ്റെ പരാതി എന്ന് പറയുന്നത്. എന്നാൽ ആർലേക്കർ വന്നപ്പോൾ സ്ഥിതിഗതികൾ മാറി. ആർലേക്കറെ സ്വീകരിക്കാനായി വരുന്നു. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിൽ പിണറായി വിജയൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. പിണറായി വിജയനും ഭാര്യ കമലയും രാജ്ഭവനിലെത്തി ഗവർണറെ കാണുന്നു. ഗവർണറെ കണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് രാജ്ഭവനിൽ നടക്കാനിറങ്ങാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. മാത്രമല്ല, യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ SFI ഗവർണർക്കെതിരെ സമരം നടത്തിയപ്പോൾ പിണറായി പോലീസ് കണ്ണടച്ച് തുറക്കും മുമ്പേ SFIക്കാരന്മാരെ എല്ലാം തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതാണ് കണ്ടത്. ഇപ്പോഴത്തെ ഗവർണർ വന്നതിന് ശേഷം ഗോ ബാക്ക് വിളികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു. അതായത് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വച്ചാൽ, ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസിൽ നിന്ന് RSSലേക്ക് വന്ന അല്ലെങ്കിൽ BJPയിലേക്ക് വന്ന ഒരു നേതാവാണ്. പക്ഷേ ആർലേക്കർ അങ്ങനെയല്ല. ആർലേക്കർ കറ കളഞ്ഞ RSSകാരനാണ്. അദ്ദേഹം RSSന് വേണ്ടി ജീവിച്ച RSSന്റെ പ്രചാരകനായിരുന്നു. RSSൽ നിന്ന് ഗവർണറായി വന്ന ഒരാളാണ് രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. അത് നന്നായി പിണറായിക്ക് അറിയാം. ആരിഫ് മുഹമ്മദ് ഖാനോട് കളിച്ചതുപോലെ ഇവിടെ ആർലേക്കറോട് കളിച്ചാൽ ആ കളി ചിലപ്പോൾ തനിക്ക് കിട്ടുന്ന 8ന്റെ പണിയാകാം. തൻ്റെ ബില്ലുകൾ, ഈ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ UGC പറഞ്ഞത് ഇനി ഗവർണർക്ക് തീരുമാനിക്കാം. നിയമനം, BC നിയമനമൊക്കെ ഗവർണർക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടത്തെ CPM-ഓ അല്ലെങ്കിൽ സഹാക്കന്മാർ അവിടെ എവിടെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞതല്ലാതെ മാധ്യമങ്ങളുടെ മുന്നിലോ ജനങ്ങളുടെ മുന്നിലോ ഗവർണറെ പേടിയില്ല എന്ന് കാണിക്കാൻ എന്തൊക്കെയോ മുട്ടുന്യായങ്ങൾ പറഞ്ഞു അല്ലാതെ ഒരു തരത്തിലുമുള്ള ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ടോ പ്രതിഷേധങ്ങൾ നിരത്തിക്കൊണ്ടോ രംഗത്ത് വന്നത് നമ്മൾ ആരും കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, ഗവർണർ എന്നോട് മര്യാദയ്ക്ക് പെരുമാറിയാൽ, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ വരില്ല, എൻ്റെ കാര്യങ്ങളിൽ നിങ്ങളും ഇടപെടാൻ വരരുത്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ പ്രതികരിക്കും, ഞാൻ അതിൽ വേണ്ട തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കേരള ജുന അഖാഡകളുടെ ഒരു സമ്മേളനം നടന്ന പരിപാടിയിൽ ആനന്ദവനം ഭാരതിക്ക് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ആ സ്വീകരണം ഉദ്ഘാടനം ചെയ്തത് ഗവർണറായ രാജേന്ദ്ര ആർലേക്കർ ആയിരുന്നു. ആ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം സനാതന ധർമ്മത്തെക്കുറിച്ചും സന്യാസിമാരുടെ ധർമ്മങ്ങളെക്കുറിച്ചും
സന്യാസിമാർ ആരാണ്, ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് വന്ന സന്യാസിമാരുടെ ഈ വരവിനെ കുറിച്ചുമൊക്കെ കൃത്യമായി അദ്ദേഹം സംസാരിച്ചു. സനാതന ധർമ്മത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഇന്ത്യയെ വിഭജിക്കാൻ അല്ലെങ്കിൽ വിഘടിക്കാൻ നടക്കുന്ന ആളുകൾക്കെതിരെ നോർത്ത് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഘടിക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ അദ്ദേഹം കർക്കശമായി തന്നെ അദ്ദേഹം വിമർശിക്കുകയൊക്കെ ചെയ്തതാണ്. അതായത് സനാതന ധർമ്മം എന്താണ് എന്നുള്ളത് പിണറായി സർക്കാരിനും അല്ലെങ്കിൽ പിണറായി ഗവൺമെൻറ്റിനും MV ഗോവിന്ദൻ മാഷിനും ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന വെറും സംഖ്യയല്ല, ഒരു ഒന്നൊന്നര സംഖ്യയായ നേതാവായ ഗവർണർ എന്ന് തന്നെ പറയണം. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ TN ശേഷന് ശേഷമാണ് അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്, അതിൻ്റെ തലപ്പത്ത് ഒരാളുണ്ട് എന്ന്. അതുപോലെയാണ് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷമാണ് കേരളത്തിൽ ഒരു ഗവർണർ ഉണ്ട് എന്നുള്ളതും ആ ഗവർണർ ശബ്ദമുണ്ടാക്കിയത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും പിൻവാതിൽ നിയമനം നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയാണെന്നും കോളേജുകളിൽ നടക്കുന്ന SFI എന്ന് പറയുന്ന ഗുണ്ടാ സംഘടനയുടെ കാര്യങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതും ഒക്കെ ഗവർണർ തുറന്നടിച്ചപ്പോഴാണ് ഗവർണർക്കെതിരെ വലിയ ശബ്ദമുയർത്തിക്കൊണ്ട് SFI ഓടി തള്ളിപ്പാഞ്ഞെടുത്തത്. എന്താ എന്നിട്ട് ഗവർണറെ തൊടാൻ ഇവിടുത്തെ SFIക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആർഷോയൊക്കെ ഇനി ഈ ഗവർണറെ വച്ചേക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു ആർഷോയുടെയൊക്കെ പ്രകടനങ്ങൾ കണ്ടാൽ. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് അവിടുത്തെ കുട്ടികളുടെ ജീവിത രീതിയോ സാമ്പത്തിക രീതിയോ പഠന രീതിയോ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആർഷോ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത്, ഇപ്പോഴത്തെ പുതിയ സംസ്ഥാന സെക്രട്ടറി അല്ല പറയുന്നത്, കാരണം അദ്ദേഹം ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? കാരണം കലാലയങ്ങളിൽ SFI പിള്ളേർ കാണിക്കുന്ന ലഹരിയുടെ ഉപയോഗങ്ങൾ, അടിപിടികൾ, അക്രമങ്ങളൊക്കെ മാറ്റി SFIയെ കൊണ്ട് കോളേജുകളിലെ പിള്ളേർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ, സംഘടനയെ കൊണ്ടുവരാൻ ഇപ്പോഴത്തെ ഈ സെക്രട്ടറിക്ക് കഴിയുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ആർഷോ എന്ന് പറയുന്ന യുവത്വത്തെ, യുവജനങ്ങളുടെ സംഘടന നേതാവിനെ ഇവിടെയൊന്നും നമ്മൾ കണ്ടില്ല. മാധ്യമങ്ങളുടെ ശ്രദ്ധ കുറയുമ്പോൾ ആർഷോ ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറാനായി വരുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ആർലേക്കർ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ, ആർലേക്കർ കൃത്യമായ നിലപാടുകൾ പറയുമ്പോൾ, ആർലേക്കർ എടുക്കുന്ന തീരുമാനങ്ങളിൽ കൃത്യത ഉണ്ടാകുമ്പോൾ പിണറായിക്ക് മുട്ടിടിക്കും. കാരണം കൃത്യമായുള്ള RSSന്റെ നേതാവാണ്, RSSന്റെ പ്രചാരകനാണ്. ആരിഫ് മുഹമ്മദ് ഖാനെക്കാട്ടിലും രക്തത്തിൽ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അലിയിച്ചു ചേർത്ത ഒരാളാണ്. അദ്ദേഹത്തോട് കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് തന്നെ കളിക്കണമെന്ന് നന്നായി പിണറായിക്കറിയാം. പഴയ അനുഭവമല്ല പുതിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി ഇപ്പോൾ മുട്ടുമടക്കുന്നത്.